ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം ഇന്നലെ ഉണ്ടായത് തീവ്രത കുറഞ്ഞ സ്ഫോടനമെന്ന് പോലീസ്. സംഭവസ്ഥലത്ത് നിന്ന് ഷെല്ലുകളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തി. ഇന്ത്യയിലെ ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ എത്തുന്ന ഒരു വിശദീകരണമൊക്കെ എന്താണ്? പോലീസിന്റെ നിഗമനം എന്താണ്? ഈ തീവ്രത കുറഞ്ഞത് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? അക്ഷയ, ഇന്നലെ നടന്ന നാടകീയ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഇതൊരു തീവ്രത കുറഞ്ഞ സ്ഫോടനം തന്നെ ആയിരുന്നു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. അതിന് തെളിയിക്കുന്ന സ്ഫോടനമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ തെളിയിക്കുന്ന ചില അവശിഷ്ടങ്ങൾ, അതിലാണ് ഈ ബോൾ ബിയറിങ്ങും അതുപോലെ തന്നെ ഷെല്ലിൻ്റെ ചില ഭാഗങ്ങളും എല്ലാം തന്നെ ഉള്ളത്. അതെല്ലാം തന്നെ ഇന്നലെ ഈ സ്ഫോടനം നടന്ന ഈ പൊട്ടിത്തെറി നടന്ന പരിസരത്ത് നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുമുണ്ട്. അതുകൂടാതെ മറ്റൊന്ന് ലഭിച്ചത് എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ എംബസിക്ക് അയച്ച അല്ലെങ്കിൽ അംബാസഡർക്ക് വേണ്ടി എഴുതിയ ഒരു കത്താണ്. ആ കത്തും കൂടി ഒരു പതാകയിൽ പൊതിഞ്ഞ നിലയിലാണ് ഇന്നലെ ഈ എംബസി പരിസരത്ത് നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അതുകൂടി ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. മാത്രമല്ല CCTV വഴിയുള്ള CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 2 പേർ ഈ പരിസരത്ത് സ്ഫോടനം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. സ്ഫോടനം നടന്നതായിട്ടുള്ള കാര്യം കൂടി CCTV വഴി വ്യക്തമായിട്ടുണ്ട്. ഈ 2 പേർ ആരാണ്, ഇവർ എവിടെ നിന്ന് വന്നു, ഈ സ്ഫോടനത്തിന് ശേഷം ഇവർ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യങ്ങളടക്കം മറ്റ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഈ 2 പേരിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇതിനോടകം തന്നെ വ്യക്തമാവുന്നത്. എന്തായാലും ഈ തീവ്രത കുറഞ്ഞ സ്ഫോടനം എന്നുള്ളതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകുക, ഒരു പ്രതിഷേധം നടത്തുക അല്ലെങ്കിൽ പ്രതിഷേധം കാണിക്കുക എന്നുള്ള കാര്യം തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ദൗത്യം പ്ലാൻ ചെയ്തവരുടെ മുന്നിൽ ഉണ്ടായിരിക്കുക. എന്തായാലും അത് ആരാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ എംബസിയും അതുപോലെ തന്നെ ഇസ്രായേൽ നിലവിൽ ഇന്ത്യയിലുള്ള പൗരന്മാർക്കൊരു സുരക്ഷാ മുൻകരുതൽ എടുക്കണമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. യാത്ര ചെയ്യുമ്പോഴെല്ലാം തന്നെ ജാഗ്രത പാലിക്കണം, അതുകൂടാതെ തന്നെ പരമാവധി ആൾക്കൂട്ടം ഒഴിവാക്കണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ കത്തിൽ ഒരു സംഘടനയെ പറ്റി വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് പറഞ്ഞിട്ടുണ്ട്. ആ സംഘടനയെ പറ്റിയിട്ടുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൂടി ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്.